വണ്ടല്ലൂർ സൂവിലെ ചിമ്പാൻസികളാണിത്. അതാ നമ്മളെ ചിമ്പാൻസികളൊക്കെ വരിയായിട്ട് വരുന്നുണ്ട്. ഇതെന്താ ചിമ്പാൻസികൾ ജാഥയാണോ? എന്തായാലും 2 വലിയ ചിമ്പാൻസികളും ഒരു ചെറിയ ചിമ്പാൻസി ഉണ്ട് കേട്ടോ. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലെ എഗ്മോർ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മളിന്ന് ഓട്ടോക്കാരൻ ഇന്നൊരു യാത്ര പോവുകയാണ്. ഞാൻ പോകുന്ന സ്ഥലം വണ്ടല്ലൂർ സൂ ആണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓട്ടോക്കാരൻ സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ചങ്ങായിമാരെ എഗ്മോർ സ്റ്റേഷനിൽ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഏകദേശം ഇതുവഴി നമ്മൾ പുറത്തു പോയി. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഇലക്ട്രിക്കൽ ലൈനിൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകണം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണിത്. നല്ല മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം 27 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ഒരാൾക്ക് 10 രൂപ മാത്രമാണ് ഇതിൻ്റെ ചാർജ്. അങ്ങനെ നമ്മളെ എഗ്മോർ സ്റ്റേഷനിലെ മേൽപ്പാലത്തിൽ കൂടി തന്നെ നമ്മൾ യാത്ര ചെയ്ത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇലക്ട്രിക്കൽ ലൈനിൽ തൊട്ട് താഴെയാണ്. അവിടെ നമ്മൾ ട്രെയിനിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇലക്ട്രിക് ലൈൻ നിൽക്കുന്ന സ്ഥലം. എന്താ നിങ്ങൾ റെഡിയല്ലേ? അങ്ങനെ നമ്മളെ ട്രെയിൻ വന്നിട്ട് കേട്ടോ. നമ്മുടെ ഇലക്ട്രിക്കൽ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് പോവാണ്. ഇലക്ട്രിക്കൽ ട്രെയിൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ എഗ്മോർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ട്രെയിനിന് പുറപ്പെട്ടിട്ടുണ്ട്. ഇനി താമ്പരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ നമ്മളെത്തി, നമ്മൾ ട്രെയിനെത്തി, നമ്മളിവിടുന്ന് പതുക്കെ നമ്മൾ ഇറങ്ങുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പുറത്ത് പോകണം. ഇവിടുന്ന് പുറത്ത് പോയി ഓട്ടോന് നമ്മൾ വണ്ടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകണം കേട്ടോ. ഇവിടെ നമ്മൾ ഓട്ടോന് വേണ്ടി നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഇതാ ഒരു ഓട്ടോ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതാ ഓട്ടോ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓട്ടോയിൽ ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ ഈ ഓട്ടോന് നമ്മൾ താമ്പരത്ത് നിന്ന് വണ്ടല്ലൂരേക്ക് 100 രൂപയാണ് നമ്മൾ ചാർജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ചങ്ങായിമാരെ നമ്മൾ വണ്ടല്ലൂർ സൂവിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഇനി നമ്മൾ ഉള്ളിലോട്ട് പോവാണ്. ഉള്ളിൽ എന്തൊക്കെയാണ് വിശേഷം എന്ന് നമുക്ക് കാണണ്ടേ? നമുക്ക് മെല്ലെ പോയാലോ? വാ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവർത്തന സമയം. ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. 20ഓളം കൗണ്ടറുകളുണ്ട്. ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബാഗെല്ലാം സൂക്ഷിക്കാൻ പേ സർവീസാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എന്തൊക്കെയാണ് കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാ നമ്മൾ മുന്നിൽ തന്നെ കയറുമ്പം വലിയ മല രൂപത്തിലുണ്ടാക്കി അതിൽ കൂടി തന്നെ വെള്ളം താഴോട്ട് വീഴുന്ന നല്ലൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആയി. ഉച്ച 1 മണിക്കൊക്കെയാണ് നമ്മൾ വന്നത്. അപ്പോൾ ചെന്നൈയിൽ വന്നപ്പം നല്ല മഴ സമയത്തായിരുന്നു വന്നത്. നല്ല കാറ്റും മഴയൊക്കെ ഉള്ള സമയത്തായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൾ കുറവുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ്. ഇത് അവർ തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ബോർഡൊക്കെ വെച്ച് തൽക്കാലം അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. 1490 ഏക്കർ സ്ഥലത്താണ് സൂവിൻ്റെ വിസ്തൃതി. തന്നെ ഒരു മാനിനെ കണ്ടു കേട്ടോ. കണ്ടൊരു മാന് മാത്രമേ ഇവിടെ പൂച്ചയുണ്ട്. ഇതൊക്കെ തന്നെ കയറുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് LCD-യിൽ ഉണ്ട് അവർ. ഇതൊക്കെ നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം. അടുത്ത് എത്തി കേട്ടോ മാന്. കണ്ടോ, മാന് നമുക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇയ്യാ മാന് പോവാണോ? അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക്കൽ വണ്ടി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൾ നല്ല കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറേ സമയം കാത്തിരിക്കേണ്ടി വന്നില്ല. ഇതാ
നമ്മൾ ടിക്കറ്റ് അവിടെ എടുത്ത് അവിടുന്ന് സീൽ ചെയ്തിട്ട് നമ്മളിവിടെ വന്നിരുന്നാൽ നമുക്ക് ഇതുപോലെ ഇലക്ട്രിക്കൽ വണ്ടി ഇവിടെ വന്നിക്കും. അങ്ങനെ നമ്മളെല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. നമ്മളിവിടെ ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാം സ്കാൻ ചെയ്ത് നമ്മൾ വണ്ടി പുറപ്പെടുകയാണ്. சார் இது வந்து வெஹிக்கிள் வந்து ஒரு ரவுண்ட் ஜூ ரவுண்ட் வந்து ஒரு 45 மினிட்ஸ் மேக்ஸிமம் 1 hour அரௌண்ட். ஒரு 4 இடம் நிறுத்திக்கிறான். லயன், டைகர், லெப்பர்ட், ஸ்னேக்னு சொல்லிட்டு ஒரு 4 இடம் இறங்கி பார்த்துக்கலாம். மற்றெல்லாம் ஸ்லோவாக லெஃப்ட் ரைட்டு பார்த்துப்பாங்க. ஃப்ரண்ட்டில் எங்கேயுமே நிற்காது, உள்ளே தான் நிற்கும். ஏன்னா ஃப்ரண்ட்டில் இருக்கிற அனிமல்ஸ் தான் நீங்கள் வரும்போது கூட இங்கே அந்த ஃபிஷ் கிட்ட இறங்கிட்டுனா கூட ஃபிஷ் தருதுங்களா, ஃபிஷ் கிட்ட இறங்கிக்கலாம் கூட ஃப்ரண்ட்டில் இருக்கிறதுலாம் கூட நீங்கள் பார்த்துட்டு நடந்து கூட வந்துடலாம். இது பாருங்க, நிறைய மங்கி பாரு, நிறைய மங்கி பாரு, മങ്കി മങ്കി കേട്ടോ, കുറേ കുരങ്ങും സിംഹവാലൻ കുരങ്ങിൻ്റെ കേട്ടോ. നമുക്ക് അടുത്ത് പോയിക്കൂടാ. കേട്ടോ, ചിമ്പാൻസിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാ ചിമ്പാൻസി. അങ്ങനെ നമ്മൾ ഡ്രൈവറോട് പറഞ്ഞ് ഞങ്ങൾക്കൊന്ന് അടുത്ത് കാണണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മലയാളികളായതുകൊണ്ട് നമുക്ക് നിർത്തി തന്നിട്ടുണ്ട്. ഇതാ അങ്ങനെ നമ്മൾ ചിമ്പാൻസി ഇവിടെ ഒരു പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വളരെ ദൂരെ നിന്നുള്ള കാഴ്ചയാണ്. ഇത് കുറച്ചും കൂടി ഞാൻ സൂം ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ്ടോ പതുക്കെ ഒരു വലിയ ചിമ്പാൻസി അതിൻ്റെ ചെറിയൊരു ചിമ്പാൻസിയും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വാ വാ മുന്നോട്ട് വാ, മുന്നോട്ട് വാ, വരി 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 വരി, വാ 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 മുന്നോട്ട് വാ. ഞാൻ പറഞ്ഞപ്പോൾ അതനുസരിച്ച് കേട്ടോ. വരി വരി വരി. പതുക്കെ പതുക്കെ വരുന്നു കേട്ടോ. ചിമ്പാൻസിനെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് കണ്ടത് കേട്ടോ. ഇന്നെന്തോ ജാതിയോ പരിപാടി ഉണ്ടെന്ന് കേട്ടോ. അടിപൊളി അടിപൊളി. അങ്ങനെ 2 വലിയ ചിമ്പാൻസിയും ഒരു ചെറിയ ചിമ്പാൻസിയും ഉണ്ട്. അത് ഒരു ചിമ്പാൻസി മരത്തിനുള്ളിൽ കയറി പോകണ്ടേ. உள்ள சாரஸ். இது வந்து கேசவாரி, வேர்ல்டு டேஞ்சரஸ் பேர்ட். அது மனுஷன் அட்டாக் பண்ணும். கேசவாரி பாருங்க, ஃப்ரண்ட்ல ஒன்று பாருங்க, கேசவாரி ப்ளூ கலர் கலர் வச்சுட்டு டேஞ்சரஸ். அது பாருங்க, பாத்தீங்களா காலில் அடிக்கும் அது. அது பக்கத்தில் இருக்கிறது ஈமு கோழி, அது அட்டாக் பண்ணது, அதுதான் டேஞ்சரஸ் கேசவாரி. ப்ளூ கலர் ஹெட் இருக்குல்ல, இங்க ரைட்ல பாத்தீங்கன்னா black buck. many deers are there. They are all drinking water. ഇതാണ് ഇവിടെ പുള്ളിമാനുണ്ട് കുറേ കേട്ടോ. പുള്ളിമാനെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ വണ്ടി നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റില്ല, നമുക്ക് വണ്ടിയിൽ പോയാൽ കാണാൻ പറ്റുള്ളൂ. இந்த மானம் பாத்துங்க. എന്താണ് ഇതിന്റെ പേര്? അങ്ങനെ നമ്മളെ ഡ്രൈവറും നമ്മളെ ഇതിൻ്റെ ഗൈഡും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. തമിഴ് ഭാഷയായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചുകൂടാ. എന്തായാലും അവർ നല്ല നിർദ്ദേശങ്ങൾ നമുക്ക് തന്നു. നല്ല ഒരുപാട് മൃഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോകൾ പാർട്ടുകളായിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഈ വീഡിയോ നമ്മൾ തൽക്കാലത്തേക്ക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യൻ ഡിയർ ബാം എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. നമ്മൾ ഇത്ര സമയം വരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുള്ളൂ. അപ്പോൾ പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പോകാം. ടാറ്റാ.